എറണാകുളം കത്രിക്കടവിൽ തീപിടുത്തം. പെയിന്റ് കട ഉൾപ്പെടെ 4 കടകളിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ആ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു കെട്ടിട സമുച്ചയമാണ്. പല കടകളും അവിടെ ഉണ്ടെന്നാണ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നത്. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളാണ് അവിടെ തുടരുന്നത്. ഫയർഫോഴ്സിന്റെ യൂണിറ്റ് അവിടെ എത്തിയിട്ടുണ്ട്. കത്രിക്കടവിലെ വ്യാപാര സമുച്ചയത്തിലാണ് ഈ തീപിടുത്തം ഉണ്ടായത്. പെയിന്റ് കടയ്ക്കാണ് തീ പിടിച്ചിരിക്കുന്നത്. അതിനൊപ്പം തന്നെ മറ്റ് കടകളും ഉണ്ട് എന്നാണ് ദൃശ്യങ്ങളിൽ. വിവിധ വ്യാപാര സ്ഥാപനങ്ങളുള്ള ഒരു വ്യാപാര സമുച്ചയമാണെന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. അമൽ സുരേന്ദ്രൻ വിശദാംശങ്ങളുമായി ചേരുന്നു. അമൽ, പല കടകളുള്ള ഒരു വ്യാപാര സമുച്ചയമാണെന്നാണ് കാണുമ്പോൾ മനസ്സിലാക്കുന്നത്. പെയിന്റ് കടയിലാണോ ആദ്യം തീ പിടിച്ചത്? എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? 15 കൂടിയാണ് കത്രിക്കടവിലെ വ്യാപാര സമുച്ചയത്തിന് തീ പിടിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഈ തീ ആദ്യം ഉണ്ടായത് പെയിന്റിന്റെയും ഹാർഡ്വെയർ ഉൽപ്പന്നങ്ങളുടെയും വിപണനം നടക്കുന്ന ഒരു കടയിലാണ് തീ പിടിച്ചത്. ഇതേ തുടർന്ന് തൊട്ടടുത്തുണ്ടായിരുന്ന ഹോസ്റ്റൽ അല്ലെങ്കിൽ ഹോസ്റ്റലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹോട്ടലോട് കൂടിയ ഒരു കെട്ടിടം ഉണ്ടായിരുന്നു. ഈ ഹോട്ടലിലേക്ക് ആദ്യം തീ പടർന്നു കയറുകയും ഇതേ തുടർന്ന് ഹോട്ടലിന്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഹോസ്റ്റലിലേക്ക് കൂടി തീ പടരുന്ന സ്ഥിതി ഉണ്ടായി. ഈ ഹോസ്റ്റലിൽ കുറച്ച് കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തീ പടരുന്ന സാഹചര്യത്തിൽ കുട്ടികളെല്ലാം പെട്ടെന്ന് തന്നെ വെളിയിലേക്ക് ഇറങ്ങിയതാണ് വലിയൊരു അപകടം ഉണ്ടാവാതെ സ്ഥിതി നിയന്ത്രണത്തിലാവാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. ഏതായാലും കാര്യമായ നാശനഷ്ടങ്ങളെല്ലാം ഈ കെട്ടിടത്തിൽ ഉണ്ടായി. ഇതേ തുടർന്ന് ഒരു യൂണിറ്റ് ഫയർഫോഴ്സ് ഇവിടെ എത്തി തീ അണയ്ക്കുന്ന സാഹചര്യം ഉണ്ടായി. നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെയും സമയോചിതമായ ഇടപെടലോട് കൂടിയാണ് തീ നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഇപ്പോൾ വലിയ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. തീ പടരാനുള്ള കാരണം എന്താണ്, തീ ഉണ്ടാകാനുള്ള കാരണം എന്താണ് എന്നതിനെക്കുറിച്ചെല്ലാം അന്വേഷിച്ച് വരികയാണ്. പ്രാഥമികമായ നിഗമനം എന്ന് പറയുന്നത് ഷോർട്ട് സർക്യൂട്ട് ആവാനാണ് സാധ്യത എന്നതാണ് പ്രാഥമികമായ നിഗമനം. എന്തായാലും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളൊന്നും ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ക്രിസ്റ്റീന. ശരി, അമൽ സുരേന്ദ്രനാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. വലിയ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്.